മുഹമ്മദ് റിയാസിനെ കാണാനില്ല. ആര്? പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയോ? വേറെ മുഹമ്മദ് റിയാസിനെ അറിയാവോ? ഇല്ല, എനിക്കറിയില്ല. പക്ഷേ ഈ മന്ത്രിയെ കഴിഞ്ഞ ദിവസം കൂടെ ടി വിയിൽ കണ്ടാണല്ലോ ഞാൻ ലൈവ്. മുഹമ്മദ് റിയാസിനെ കാണാനില്ല എന്ന് പറയുന്നത് ഞാൻ വിശ്വസിച്ചു. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് പോലീസാണ്. ആഭ്യന്തരമന്ത്രിയുടെ മരുമകനല്ലേ മുഹമ്മദ് റിയാസ്? പിണറായി വിജയന്റെ. അതെ. അദ്ദേഹത്തിന്റെ പോലീസ് പറയുന്നു മുഹമ്മദ് റിയാസിനെ കാണാനില്ല. കാരണം മുഹമ്മദ് റിയാസിനെതിരെ കേസുണ്ട്, കേസിൽ വാറണ്ടുണ്ട്, വാറണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ പോലീസ് എന്ത് പറയും? ആളെ കാണാനില്ല. ഇത് മുഹമ്മദ് റിയാസിന്റെ കാര്യം മാത്രമല്ല, CK ശശീന്ദ്രൻ കേട്ടിട്ടുണ്ടോ? മുൻ MLA CK ശശീന്ദ്രനെതിരെ ഇതുപോലെ ഒരു വാറണ്ടുണ്ട്. പോലീസ് പറയുന്നത് എന്തറിയോ? ഞങ്ങൾ അവിടെ ചെന്ന് പുള്ളി അവിടെ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് പോകും, പുള്ളി അവിടെ ഇല്ല, എവിടെയാണെന്ന് അറിയാൻ വയ്യ. CK ശശീന്ദ്രൻ എന്ന് പറയുന്ന മുൻ MLA കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? മുഹമ്മദ് റിയാസിനെ കണ്ടുപിടിക്കാൻ പാടുണ്ടോ? പോലീസ് പറയുന്നത് അയ്യോ ഞങ്ങൾ വിചാരിച്ചിട്ട് കാണുന്നില്ല. നമ്മുടെ മറ്റേ ഇയാളുടെ SFIയുടെ വലിയൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, ആർഷോയ്ക്കെതിരെയും കേസുണ്ടായിരുന്നു. ആർഷോയ്ക്കെതിരെ കേസുണ്ടായിരുന്നപ്പോഴത്തേക്ക് ആർഷോ പോലീസുകാരുടെ മുന്നിൽ വന്നിട്ട് പോലീസുകാരെ തെറി പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കും. പോലീസ് അപ്പോൾ വാറണ്ടും സമൻസും ഒക്കെയുള്ള കേസിലെ പ്രതിയാണെങ്കിൽ പോലീസ് കാണില്ല. പോലീസ് തിരസ്കരണി വിദ്യ എന്നൊരു വിദ്യയുണ്ട്. അതെന്തറിയോ? എന്താ തിരസ്കരണി വിദ്യ? കാണാനാവും. തിരസ്കരണി വിദ്യ പഠിച്ചാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയന് പെട്ടെന്ന് അപ്രത്യക്ഷനാവും. പ്രിയൻ അവിടെ ഇരിക്കും, അപ്രത്യക്ഷനാവാം. അല്ലെങ്കിൽ പ്രിയൻ മാനേജ് ചെയ്യും, അവിടെ ഇരുന്നാലും കാണില്ല, ശബ്ദം മാത്രം പുറത്തോട്ടില്ലായിരിക്കും. തിരസ്കരണി ശബ്ദം വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും തിരസ്കരണി വിദ്യ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാചീന ആചാര്യന്മാരൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്താ പറയുക, കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയുന്ന പോലെയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ. അതിൻ്റെ 2 ഉദാഹരണമാണ് ഞാനിപ്പോൾ CK ശശീന്ദ്രൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും കാര്യം പറഞ്ഞത്. ഇത് വെറുതെ എവിടെയെങ്കിലും പറഞ്ഞതല്ല, ഇത് ഹൈക്കോടതി പറഞ്ഞതാണ്. ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറയും ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? അപ്പോൾ ഇങ്ങനെ ഈ കേസ്, ഈ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള കേസുകൾ ഇങ്ങനെയുണ്ടെങ്കിൽ അതിങ്ങനെ വിട്ടാൽ പോരല്ലോ. കോടതി അപ്പോൾ കണക്കെടുത്തു. കേരളത്തിൽ MLA-മാർ MP-മാർ ഒക്കെ ആയിട്ട് 391 കേസുകളുണ്ട് ഇവർക്കെതിരെ, MLA-മാർക്കും MP-മാർക്കെതിരെ. അതിൽ 51 കേസുകൾ 10 വർഷത്തിന് മുകളിലുള്ളതാണ്. MLA MP ഇപ്പോൾ അവർ ചിലപ്പോൾ MLA ആയിരിക്കില്ല. 10 വർഷം കഴിഞ്ഞു, 59 കേസുകൾ. ഇതിൽ ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഈ 59 കേസുകളിൽ 30 എണ്ണത്തിന് സമൻസ് പോലും ആയിട്ടുള്ളൂ. അപ്പോൾ സമൻസ് അയക്കേണ്ടത് കോടതിയാണ് അല്ലേ? കോടതി 59 29 എണ്ണത്തിന് ഇതുവരെ സമൻസ് പോലും അയച്ചിട്ടില്ല. 30 എണ്ണത്തിന് സമൻസ് അയച്ചു. പോലീസ് 27 എണ്ണം സമൻസ് കൊടുത്തു 10 വർഷത്തിന് മുകളിലുള്ള കേസുകളിൽ. ഇനിയിപ്പോൾ ഉള്ള 100 കേസുകൾ എങ്ങനെയാണെന്നറിയാമോ? 5 വർഷം മുതൽ 10 വർഷം വരെ പഴക്കമുള്ള കേസുകളാണ് 100 കേസുകൾ. 232 കേസുകൾ 5 വർഷത്തിൽ താഴെയുള്ള കേസുകളുണ്ട്. ഇതിലൊന്നും സമൻസ് പോയിട്ടില്ല. വാറണ്ടുള്ള കേസുകളിൽ പ്രതികളെ വാറണ്ട് നടപ്പാക്കുന്നില്ല. 12 വാറണ്ടുണ്ട് കേട്ടോ. 12 പേർക്ക് വാറണ്ടുണ്ട് രാഷ്ട്രീയക്കാർക്കെതിരെ. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ 2 പേര്. അതിലാകെ 2 എണ്ണം നടപ്പാക്കിയിട്ടുണ്ട്. 2 പേർക്ക് വാറണ്ട് കൊണ്ട് കൊടുത്തു, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അറസ്റ്റ് ചെയ്താൽ ചിലപ്പം കോടതിയിൽ ഹാജരാവാത്തോണ്ട് 2 3 അവധിക്ക് തുടർച്ചയായിട്ട് കോടതി വന്നില്ലെങ്കിൽ കോടതി എന്ത് പറ്റും? അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് അവിടെ പോയി ജാമ്യം കിട്ടും. അത് 2 എണ്ണം നടപ്പാക്കിയിട്ടുണ്ട്. ബാക്കി 10 എണ്ണത്തിൽ തൊട്ടിട്ടില്ല. അപ്പോൾ കോടതി പറഞ്ഞു ഇത് ഇങ്ങനെയാണോ സംഭവം? അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ജില്ലാ തലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ പറഞ്ഞു. ഓരോ ജില്ലയിലുള്ള രാഷ്ട്രീയക്കാരുടെ കേസ് നോക്കാൻ. അങ്ങനെ നോഡൽ ഓഫീസർമാർ എന്ത് ചെയ്യണം? ഈ സമൻസ് സൈക്കിൾ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. കോടതികളുടെ കുഴപ്പമുണ്ട്, കോടതികൾ നോട്ടീസ് അയക്കുന്നില്ല, അത് കോടതികളുടെ കുഴപ്പം. ഇനി നോട്ടീസ് അയച്ച വാറണ്ടായാലും നടപ്പാക്കാത്ത പോലീസിൻ്റെ കുഴപ്പത്തിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് കേസ് ഹൈക്കോടതി സ്വമേധയാ ഹൈക്കോടതി എടുത്ത കേസാണ്. അപ്പോൾ കേരളത്തിൽ ഒരു വേറെ സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് ചെല്ലുകയാണ്. എറണാകുളത്ത് ജില്ലാ കോടതി സമുച്ചയത്തിൻ്റെ അവിടെ ഒരു പ്രത്യേക കോടതിയുണ്ട്. ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസാണ്. ആ കോടതി പരിഗണിക്കുന്നത് അറിയാമോ? MP-മാർക്കും MLA-മാർക്കും എതിരെയുള്ള കേസുകൾ പരിഗണിക്കാൻ ഒരു കോടതിയുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, MP-മാർക്കും MLA-മാർക്കും എതിരെയുള്ള കേസുകൾ പരിഗണിക്കാൻ ഇത്രമാത്രം കേസുകൾ അവർക്കെതിരെ ഉണ്ടോ? ഇല്ല, ആകെ 391 കേസുകളേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഒരു കോടതി? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അവരുടെ കൂട്ടത്തിലുള്ള കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കണം. എന്നിട്ട് അവർ നിരപരാധിയാന്ന് കഴിഞ്ഞാൽ കേസുകൾ ഇല്ലയെന്ന് വരുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക്, സാധാരണ ജനങ്ങളുടെ കേസൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കോടതി ഒരു കേസ് നടപടി തീരുമാനമെടുക്കുക എത്ര കാലം എടുക്കും? കയറി ഇറങ്ങി നടക്കും. രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരുടെ കേസുകൾ കേൾക്കാൻ വേണ്ടി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഒരു കോടതി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്.
പക്ഷേ ആ കോടതിയിലേക്ക് കേസ് എത്തുന്നില്ല. കാരണം സമൻസ് വരുന്നില്ല, അറസ്റ്റ് നടക്കുന്നില്ല, വാറണ്ട് നടപ്പാക്കുന്നില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ വാറണ്ട് ഉണ്ടെന്നിരിക്കട്ടെ, കേരളത്തിലെ ഏത് പോലീസുകാരൻ പോയി അറസ്റ്റ് ചെയ്യും മുഹമ്മദ് റിയാസിനെ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, ഈ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ പോകുമ്പോൾ ഓവർ സ്പീഡ് വണ്ടി പോയാൽ പെറ്റിയടിക്കുന്ന വാർത്തകൾ വരും. പെറ്റിയടിക്കുന്ന വാർത്ത. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായി, മാക്രോൺ ഉണ്ടല്ലോ, ഇമ്മാനുവൽ മാക്രോൺ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. നേരെ ഉള്ള അവരുടെ എംബസിയിലേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് പോലീസ് വന്നിട്ട് പറഞ്ഞു നിൽക്കുക, പോകാൻ പറ്റില്ല. അമേരിക്കൻ പ്രസിഡന്റ് കടന്നു പോകുന്നു, ട്രംപ് പോകുന്നുണ്ട്, പോകാൻ പറ്റില്ല. ട്രംപ് വരുന്നുണ്ട്, റോഡ് ബ്ലോക്കാണ്. പുള്ളി പറഞ്ഞു ഞാൻ ജസ്റ്റ് അങ്ങോട്ട് കാണുന്നതാണ് ഞങ്ങളുടെ ഓഫീസ്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ എംബസി, ജസ്റ്റ് അങ്ങോട്ട് പോകാൻ ആ വണ്ടി വരുന്നതിന് മുമ്പ് ഞാനങ്ങ് പൊക്കോളാം. പോലീസുകാരെ പറഞ്ഞ് പറ്റത്തില്ല, എവിടെ നിൽക്കും നിങ്ങൾ, വേറെ രാജ്യത്തെ പ്രസിഡൻ്റൊക്കെ ആയിരിക്കും, നിയമം അങ്ങനെയാണ്, ഞങ്ങളുടെ പ്രസിഡന്റ് പോകുമ്പോഴത്തേക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഉടനെ മാക്രോൺ ഫോൺ എടുത്ത് ട്രംപിനെ വിളിച്ചു, അളിയാ നിങ്ങളുടെ പോലീസുകാരൻ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക, എനിക്ക് പോകാൻ പറ്റുന്നില്ല. ട്രംപ് എന്ത് പറഞ്ഞു അറിയില്ല. ട്രംപ് അല്ല അളിയൻ ക്രോസ് ചെയ്തോ ഒന്നും പറഞ്ഞില്ല. അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു, ട്രംപ് കടന്നുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മാക്രോൺ റോഡ് അപ്പുറത്ത് പോയി. നമ്മുടെ ഇവിടെ ആണെങ്കിലോ ഇത് പോലീസുകാരൻ്റെ പണി, പോലീസുകാരുടെ പണി. അവനെ വിളിക്കും, അവൻ്റെ അത് വിദേശത്തെ രാഷ്ട്രത്തലവും പോട്ടെ, നമ്മുടെ ഇവിടെ പിണറായി വിജയൻ കടന്നു പോവാണ്, റോഡ് ബ്ലോക്ക് ചെയ്ത് ആ സമയത്തൊന്ന് കടന്നു പോയാലോ. നമ്മളിവിടെ ചായ കുടിക്കാൻ പോകുന്ന കടയില്ലേ, നമ്മുടെ ജംഗ്ഷനിലെ കട, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? അവിടെ ഇന്നാൾ പിണറായി വിജയൻ്റെ നവകേരള യാത്ര പോയപ്പോഴത്തേക്ക് ആ റോഡ് സൈഡിലുള്ള കടകളൊക്കെ അടയ്ക്കാൻ പറഞ്ഞു. നവകേരള യാത്ര പോകുന്ന വഴിക്ക് അവിടെയുള്ള കടകളൊന്നും തുറക്കാൻ പാടില്ല. ഈ കലൂർ ജംഗ്ഷനിൽ കടക്കാർ പറഞ്ഞാണ്. പക്ഷേ അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി അതിലേ പോയി, ഒരു കട അടയ്ക്കാൻ പറഞ്ഞില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയേക്കാൾ വലിയ ആളായിരിക്കും പിണറായി വിജയൻ. അപ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കുള്ളതിനേക്കാൾ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടായിരിക്കും പിണറായി വിജയന്. അതെന്തോ ആവട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ നാട്ടിൽ വേറെ നിയമമാണ്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞൊരു കോടതി രാഷ്ട്രീയക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ അവരുടെ കേസുകളൊക്കെ വളരെ പെട്ടെന്ന് ജഡുതിയിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കോടതി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും പോലീസ് എന്ത് ചെയ്യും? അവർക്കെതിരെ ഈ കോടതിയിൽ കേസ് എത്തണമല്ലോ, അവരെ അറസ്റ്റ് ചെയ്യണം, അവർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കണം. ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ഇതൊക്കെ കൊടുക്കേണ്ടത് പോലീസാണ്, പ്രോസിക്യൂഷനാണ്. അത് ചെയ്യത്തില്ല. അപ്പോൾ 391 കേസുകൾ ഇപ്പോൾ 10 വർഷം വരെയുള്ള 10 വർഷത്തിന് മുകളിലുള്ള ഉൾപ്പെടെ 391 കേസുകൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കെതിരെയുണ്ട്. പിന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കെതിരെ ഉള്ള കേസുകളൊക്കെ എല്ലാം ഭീകര കേസുകളാണെന്ന് പറയുന്നില്ല. എന്നാൽ മോശമല്ലാത്ത കേസുകളുണ്ട്. ബലാത്സംഗ കേസുള്ള MLA-മാരുണ്ട്. MP-മാരാരുമില്ലെന്ന് തോന്നുന്നു അല്ലേ? MLA-മാരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ബലാത്സംഗ കേസിൽ പ്രതിയായ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിനെതിരെ കേസില്ല. ബലാത്സംഗ കേസിൽ പ്രതിയേർക്കപ്പെട്ട MLA-മാരുണ്ട്, അഴിമതി കേസ് ഉള്ളവരുണ്ട്, അങ്ങനെ പല കേസുകളും. പിന്നെ മറ്റു പല കേസുകളും ഈ പറഞ്ഞതുപോലെ സമരത്തിൽ പങ്കെടുത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമരത്തിൽ പങ്കെടുത്തുമൊക്കെയാണ്. ഇപ്പോൾ ശിവൻകുട്ടി ആണ്ടൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മറ്റേ കേസുണ്ടല്ലോ, ഏതാ, നിയമസഭയിൽ. അത് പക്ഷേ കോടതിയിലെത്തി. കോടതി അത് കേസ് ക്വാഷ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായിട്ട് അതും കോടതി സമ്മതിച്ചില്ല. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയാണ്. പക്ഷേ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരംഗത്തിനെതിരെ കേസുണ്ടായിട്ട് മുഹമ്മദ് റിയാസിനെ കാണാനില്ല എന്നൊക്കെ പോലീസ് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കട്ടിയാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ റിയാസൊക്കെ ഈ കേരളത്തിലെ ചെറുപ്പക്കാരായ മന്ത്രിമാരിൽ വളരെ ഡൈനാമിക്കായിട്ട് ഓടി കിടക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മുഹമ്മദ് റിയാസ് അത്യാവശ്യം ഊർജ്ജസ്വലമായി ഓടി കിടക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കേസുണ്ടെങ്കിൽ, ഒരു വാറണ്ട് ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ച് അതിന് വിധേയനായി. കാരണം ആ മന്ത്രിസ്ഥാനം രാജിവെക്കണ്ട, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമരത്തിൽ പങ്കെടുത്തതിന്, പ്രതിഷേധിച്ചതിന് ഒക്കെയുള്ള കേസുകളായിരിക്കാം, അല്ലാതെ ആരെങ്കിലും കൊന്നതിനുള്ള കേസൊന്നുമല്ല. ഇത്തരം കേസുകളൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ നിയമപ്രക്രിയയെ തടസ്സപ്പെടുന്ന തരത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? അപ്പോൾ ഇത് കേട്ടിട്ടെങ്കിലും റിയാസൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരോട് പറയും, എനിക്കെതിരെ വല്ല സമൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നേര്, എനിക്കെതിരെ വല്ല വാറണ്ടും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവാ, ഞാനത് കംപ്ലൈൻറ്റ് ചെയ്യാം, കോടതി പോകണമെന്നില്ലേ ഉള്ളൂ, ചെയ്യാം എന്ന് പറയാൻ തയ്യാറാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ശരിയായൊരു മാതൃക. ഇപ്പോൾ മറിച്ച് വേറെ പ്രിയനോ എനിക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകനോ എതിരെ ഒരു വാറണ്ട് കേസുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പോലീസ് വണ്ടിയായിട്ട് വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇത് രണ്ട് നീതിയാണ്. പൗരന്മാർക്ക് ഒരു നിയമം, MLA ഈ രാഷ്ട്രീയക്കാർ പൗരന്മാരല്ല, മുന്തിയ പൗരന്മാരാണ്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയക്കാരെല്ലാം വന്ന് നമ്മുടെയൊക്കെ മുന്നിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലെ കൊച്ചിനെ എടുക്കും, അവൻ്റെ മൂക്കട്ട തൂത്ത് കൊടുക്കും, അടുക്കള കയറി മീൻ ചട്ടിയിൽ നിന്ന് മീനെടുത്ത് കഴിക്കും, അമ്മച്ചി എന്നാ ടേസ്റ്റാന്നൊക്കെ പറയും. പക്ഷേ അത് കഴിയുമ്പോഴോ
നമുക്ക് പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരെയൊക്കെ സാറേന്ന് വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ അവരുടെ സമയം ചോദിച്ച് അപ്പോയിൻമെൻറ്റ് ചോദിച്ച് തല ചൊറിഞ്ഞ് ഇത്തിരി വളഞ്ഞൊക്കെ നിൽക്കണം. രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാരെ MLA MP ഒക്കെ വരുമ്പോഴത്തേക്ക് പാവപ്പെട്ട നാട്ടിൻപുറത്തെ മനുഷ്യരൊക്കെ അതിവിനയം കൊണ്ട് നടുവൊക്കെ വളച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് നിയമദൃഷ്ട്യാ ഇവരും രാഷ്ട്രീയക്കാരും സാധാരണ ജനങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഈ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകൾക്കെതിരെയുള്ള കേസുണ്ടായിട്ട് പോലീസ് വന്നിട്ട് ഇവരെ കാണാനില്ല എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്, അപമാനകരമാണ്. ആർക്ക്? മുഹമ്മദ് റിയാസിന്. അപ്പോൾ ഈ CK ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ഒക്കെ ഈ പറയുന്ന പോലെ ഹൈക്കോടതിയിൽ ഇന്നലെ കേസ് വന്നപ്പോൾ ഇങ്ങനെയാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തതെങ്കിൽ ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ലീഗൽ പ്രോസസ്സിന് വിധേയരായി മാതൃക കാണിക്കണമെന്ന് നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.